അപ്പോൾ ഈ എൻ്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് തിരുവനന്തപുരത്തെ കനകക്കുന്നിൽ തുടക്കമായിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ വികസന പരിണാമത്തിന്റെ കണ്ണാടിയാണ് മേള എന്നാണ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത്. ഇന്ന് ആരംഭിക്കുന്ന മേള മെയ് 23 വരെ തുടരും. കേരള സർക്കാരിന്റെ 9 വർഷത്തെ വികസന നേട്ടങ്ങളുടെ ആഘോഷമാണ് എൻ്റെ കേരളം പ്രദർശന വിപണനമേള എന്നായിരുന്നു മന്ത്രി വി ശിവൻകുട്ടിയുടെ അഭിസംബോധന. പിണറായി വിജയൻ സർക്കാരിന്റെ 10ാം വാർഷികത്തിൽ ജനങ്ങൾക്ക് നൽകുന്ന സമ്മാനം. രണ്ടാം ടൈമിന്റെ 4ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഈ മേള ഈ ഭരണത്തിന്റെ മുഖമുദ്രയായി മാറിയ സമഗ്രവും ദീർഘവീക്ഷണവും ഉള്ളതുമായ ഭരണത്തിന്റെ തെളിവായി നിലകൊള്ളുകയാണ്. എൻ്റെ കേരളം പ്രദർശന വിപണനമേള സർക്കാർ പദ്ധതികളുടെയും സേവനങ്ങളുടെയും ഒരു പ്രദർശനം മാത്രമല്ല, അത് പുരോഗതിയുടെയും ജനങ്ങളുടെയും സാധ്യതകളുടെയും ഒരു ആഘോഷം കൂടിയാണ്. എല്ലാ ദിവസവും രാവിലെ 10 മുതൽ രാത്രി 9 മണി വരെയാണ് മേള. ഭക്ഷ്യമേള, പുസ്തകമേള, സ്പോർട്സ് പ്രദർശനം, മിനി തിയേറ്റർ ഷോ, കാർഷിക പ്രദർശന വിപണനമേള, സ്കൂൾ മാർക്കറ്റ് തുടങ്ങിയവയാണ് മേളയുടെ പ്രധാന ആകർഷണങ്ങൾ. കേരളത്തിന് അസാധ്യമായിരുന്നു എന്ന് പറഞ്ഞിരുന്ന പല പദ്ധതികൾ, കഴിഞ്ഞ ഗവൺമെന്റുകൾ ഉപേക്ഷിക്കപ്പെട്ട പല പദ്ധതികൾ ഈ 9 വർഷത്തിനുള്ളിൽ യാഥാർത്ഥ്യമാക്കാൻ, പുതുതായി നിരവധി പ്രധാന പദ്ധതികൾ ആരംഭിക്കാനും കഴിഞ്ഞ ഒരു കാലഘട്ടമാണ്. നമ്മുടെ സംസ്ഥാനത്തിന് അഭിമാനിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വികസനക്ഷേമ പ്രവർത്തനങ്ങളാണ് ഈ 9 വർഷം കേരളത്തിൽ യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചത്. വ്യത്യസ്ത സ്റ്റാളുകളോടൊപ്പം പൊതുജനങ്ങൾക്ക് വിവിധ വകുപ്പുകളുടെ സേവനങ്ങളും മേളയിൽ ലഭ്യമാകും. വൈകുന്നേരങ്ങളിൽ കലാസന്ധ്യയും കനകക്കുന്നിൽ അരങ്ങേറും. ന്യൂസ് മലയാളം, തിരുവനന്തപുരം. അപ്പോൾ ഞായറാഴ്ചയൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും പോയി കാണാനൊക്കെ ഒത്തിരി സമയമുള്ള ദിവസമാണിത്. അല്ലെങ്കിൽ തന്നെ നമ്മൾ തിരുവനന്തപുരത്തുകാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞായറാഴ്ച ദിവസമൊക്കെ പോകുന്ന പ്രധാനപ്പെട്ട സ്ഥലം ഈ കനകക്കുന്നും മ്യൂസിയവും ശംഖുമുഖവും ഒക്കെ തന്നെ അല്ലേ. അപ്പോൾ പോകുന്ന വഴിക്ക് ഇതൊക്കെ കാണുക, അതൊക്കെ കാണുന്ന തന്നെ ഒരു രസമാണ്. ഒത്തിരി എന്തൊക്കെയോ സ്റ്റോളുകളൊക്കെ ഉണ്ട് അവിടെ. നമുക്ക് കുറച്ച് ഭയങ്കര നമ്മളെ എക്സൈറ്റഡ് ആക്കുന്ന രീതിയിലുള്ള ഒത്തിരി സ്റ്റോളുകളൊക്കെ എന്തൊക്കെയോ ഉണ്ടെന്നാണ് പറയുന്നത്.